ദൈവവചന വായിച്ചേർത്ത സങ്കീർത്തനം 13. എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ ജനപ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും. ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം നൽകണമേ. ഞാൻ മരണമുദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്റെ ശത്രു പറയരുതേ. ഞാൻ ഭവിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ലസിക്കുകയും വരുന്നേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിട്ടുണ്ട്. ഞാൻ അവന് പാട്ട് പാടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. കാണാനുള്ളവരാണെങ്കിൽ ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പിലാത്തോസ് അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരനും പാടുകളായിട്ട് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചുപോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശിലാവിലെ ഗോപുരം വീണ മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നെന്ന് തോന്നുന്നുവോ? അല്ലല്ലോ, മാറ്റപ്പെടാൻ ഞാൻ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചുപോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ഈ ഉപമയിൽ പറഞ്ഞു, ഒരുത്തന് തന്റെ മുമ്പിൽ തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവനത് ഫലം തിരഞ്ഞ് ഒന്നും കണ്ടില്ല. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞിരുന്ന കാണുന്നില്ലാതാനും അതിനെ വെട്ടിക്കളയുക, അതിന് നിലത്തെ നിഷ്ഫലമാക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അതിനാണ് കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച വളമിടുവോളം ഈ ആണ്ടും കൂടെ നിലനിൽക്കട്ടെ. മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന ഉത്തരം പറഞ്ഞു. രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും എഴുതുവാൻ കഴിയാതെ സ്ത്രീയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു കണ്ടവർക്ക് വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണം നിയമിക്കപ്പെട്ട പുരുഷാരത്തോട്, വേദശീലം 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം പറ്റുകയും ശബ്ദത്തിൽ അരുതെന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബ്ദത്തിൽ തന്റെ കാലയോ കരുതയോ തൊട്ടയോ കൊണ്ടുപോയി ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കുവാനായി ദാസരൂപം കൊണ്ട് ഭൂമിയിലേക്ക് താന്നിറങ്ങി വന്ന് അവിടുത്തെ ദിവ്യ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്കും മനുഷ്യനെ വിളിച്ച് ദൈവമേ, പാപമൂലമുള്ള വീഴ്ചയിൽ നിന്ന് പുതുജീവനിലേക്കും പൂർണ്ണതയിലേക്കും ഞങ്ങളെ നയിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കരുണകളുടെ പിതാവും മനസ്സലിവുമുള്ള ദൈവമേ, സമയത്ത് ഈ പ്രിയ സഹോദരന്റെ കാല വേർപാടിൽ വിളപിച്ച് ദുഃഖിച്ചിരിക്കുന്ന മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് അങ്ങയോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിന്റെ പ്രിയപുത്രന്റെ ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അവിടുത്തെ അതിശയകരമായ സ്നേഹത്തെ കുറിച്ചുള്ള ആഴമേറിയ ബോധനങ്ങൾക്ക് നൽകണമേ. സകലവും നന്നായി ചെയ്യുന്ന അവിടുത്തെ ജ്ഞാനത്തിലും സ്നേഹത്തിലുമുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അവിടുത്തെ കരുണയുള്ള ദൈവമേ, മരണത്തിന് നിന്നും മാറി വേർപെടുത്തുവാൻ പാടില്ലാത്തതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആയുസ് എത്ര ചുരുങ്ങിയതും നിശ്ചയമില്ലാത്തതുമാണ് എന്ന് ഇന്ന മക്കളായ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്നേഹമായി കുടുംബാംഗങ്ങളെ പ്രവർത്തിക്കുന്ന ചെയ്യുന്ന നേതാക്കന്മാര്, അതുപോലെ തന്നെ ഒരു കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ, എല്ലാവരെയും ഈ നാടുകളിലെ ദുഃഖത്തിന്റെയും കരികളിലെ ദേശത്വം പ്രവർത്തനം മൂടിയിരിക്കുകയാണല്ലോ.
ദൈവമേ അതിൽ നിന്ന് തന്നെ വിടുവിച്ച ദൈവമേ എന്റെ മക്കളെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് എത്തിക്കും. നന്മകളെ കൃപകൾ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കർത്താവിനെ ഇപ്പോൾ സഭയുടെ അവസ്ഥകൾ അറിയിക്കുവാനായിട്ട് നാട്ടുകാര് സ്നേഹിതന്മാർ എത്തിച്ചേർന്ന എപ്പോൾ ജനങ്ങളെ അലനെ കുറിച്ച് പറയുകയാണെങ്കിൽ അലൻ നല്ല ഒരു സ്നേഹമുള്ള ഒരു മോനാണ്. എല്ലാവരുടെയും ഇടപെടലിലും സ്നേഹത്തോടെയും ആ ചിരിച്ച മുഖത്തോടും ഇടപെടലിലും സഭയായാലും ശരി സാമൂഹികമായാലും ശരി ഏത് കാര്യം പറഞ്ഞാലും അലനെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്മസ് പ്രോഗ്രാമുകളിലും പള്ളി പരിപാടികളിലൊക്കെ അലനെ വിളിക്കുമ്പോൾ അലൻ നല്ലൊരു നേതൃത്വത്തോടു കൂടി കൂട്ടായ്മയോട് കൂടി പള്ളി പരിപാടികളിലൊക്കെ എല്ലാ പൊതുപരിപാടികളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല സന്തോഷമാക്കുന്ന ഒരു മോനാണ്. കൂട്ടുകാർ ഒത്തിരി കൂട്ടുകാർ മോൻ സമ്പാദിച്ചിട്ടുണ്ട്. ആ കോഴി ഞങ്ങൾ ചാർത്തിക്കൊണ്ട് ഈ കുടുംബാംഗങ്ങളെ എത്ര ആശ്വസിപ്പിക്കുവാനും നമ്മുടെ വാക്കുകൾ പോരാ. എങ്കിലും ഒറ്റ വാക്കിലെ ഞാൻ ഈ കുടുംബത്തിലെ ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ആദരാഞ്ജലികൾ അറിയിക്കുകയും പ്രത്യേകിച്ച് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സെന്റ് ജെയിംസ് CSI സഭയുടെ എല്ലാ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ സഭയുടെ പാട്ട് പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനായ സമസ്യയായി ഞങ്ങൾ സത്യവിശ്വാസവും നിശ്ചയമായ പ്രത്യാശയും നൽകിയിരിക്കുന്നുവല്ലോ. വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും നിത്യജീവനിലും കുറിച്ചുള്ള പുനരുത്ഥാനത്തിലും വിശ്വസിച്ച് ശരണപ്പെടുന്നവരെ പോലെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വിശ്വാസവും പ്രത്യാശയും ഞങ്ങളുടെ ആയുസ്സനാളെല്ലാം ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് ബലപ്പെടുത്തുവാൻ അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നാനയുടെ പിതാവേ, നാമം സ്തുതിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുസ്വസ്ഥത പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാക്കോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലിക്കണമേ. രാജ്യ സത്യമകത്വം എന്നേക്ക് അങ്ങേക്കുള്ളതാകുന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്നും എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിയിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിയിടുന്നു. യേശുവേ
രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനു ഒന്നും വേണ്ട യാത്രയിൽ. അല്പമപ്പം വിശപ്പിന് സ്വൽപ്പവെള്ളം ദാഹിക്കൽ. അല്പമപ്പം വിശപ്പിന് സ്വൽപ്പവെള്ളം ദാഹിക്കൽ. സ്ഥലം മഹാവിശേഷം ഫലം എത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. നിത്യമായോർ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം മഹാശക്തതയുള്ള ദൈവമേ, പരിശുദ്ധതയും മഹാകരുണയുമുള്ള രക്ഷിതാവേ, നിത്യത്തിന്റെയും കൈപ്പായ അനുഭവങ്ങളിലേക്കും വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുത്. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല.
ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമില്ല. മനുഷ്യരൊക്കെയും വരുന്നതിനായി നടക്കുന്നു. നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു. നിശ്ചയം അവർ ധനം സമ്പാദിക്കുന്നു. ആരനുഭവിക്കുന്നെന്ന് അറിയുന്നില്ല. കർത്താവേ, നിങ്ങളുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങളെ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കരുണയ്ക്ക് ചെവികൾ അടച്ചു കളയരുതേ. യഥാ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തതയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ അന്ത്യനാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടോ അങ്ങനെ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യമായി കോഴി നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യമായി കോഴി നോക്കൂ. മണ്ണിതിൽ ജീവിച്ച നാളിൽ നല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കണേ നാഥാ. നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യമായി കോഴി നോക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്ത നാഥാ. നിൻ ദിവ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസർ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യമായി കോഴി നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യമായി കോഴി നോക്കൂ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യമായി കോഴി നോക്കൂ.
മരണത്തിന് മേൽ അധികാരമുള്ളവനുമായ ദൈവമേ, ഈ പ്രിയ സഹോദരന്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി, ചാരത്തിന് ചാരമായി, പൂഴിക്ക് പൂഴിയായി ഈ ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. നിത്യനവും അമർത്യനുമായുള്ള അദർശ്യനുമായിരിക്കുന്ന രാജാവായ ദൈവമേ, പുത്രന്റെ പരിശുദ്ധാത്മാവായ ജ്ഞാനിയായ ദൈവത്തിന്റെ സകല ബഹുമാനമഹത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, തിരുസ്വർഗ്ഗത്ത് പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ നടപ്പാക്കളും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടുന്നോട് ഇരിക്കണമേ. രാജ്യവും സത്യമഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാണല്ലോ. ആമേൻ. ദൈവമേ, എന്റെ വഴികൾ മറഞ്ഞിരിക്കുന്നതും അവിടുത്തെ പ്രവൃത്തികൾ അത്യത്ഭുതമാകുന്നല്ലോ. നീ വ്യർത്ഥമായിട്ട് തന്നെ ഒന്നും സൃഷ്ടിക്കാത്തതും നീ ഉണ്ടാക്കിയിട്ടുള്ളതിനെയൊക്കെ സ്നേഹിക്കുന്നവനുമാകുന്നുവല്ലോ. ഹൃദയം തകർന്നുകൊണ്ട് ഉറങ്ങിയിരിക്കുന്ന നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. എപ്പോഴും ഞങ്ങളോട് കരുണയുണ്ടാകുന്നതും അവിടുത്തെ ലക്ഷണമാകുന്നുവല്ലോ. പാപങ്ങളെ മോചിക്കുവാൻ നീ മാത്രമാകുന്നു. ആകയാൽ കൃപയുള്ള കർത്താവേ, ഞങ്ങളോട് കണിവുണ്ടാകണമേ. നീ വീണ്ടെടുത്തിരിക്കുന്നവനായ നിന്റെ ജനങ്ങളോട് കണിവുണ്ടാകുകയും ഹീനമായുള്ള മണ്ണും അരിഷ്ടതയുള്ള പാപികളുമായി നിന്റെ ദാസനായ ഞങ്ങളെ നിത്യ ന്യായവിധിയിലേക്ക് പ്രവേശിപ്പിക്കരുത്. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും രക്ഷിതാവുമായ യേശു മസിയ മൂലം അങ്ങ് കൃപ നൽകണമേ. പിതാവായി ആകാശവും ഭൂമിയും കാണപ്പെടാത്തതുമുള്ള സകല ശിക്ഷണായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാനപുത്രനായ കർത്താവാണ് യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്ക് മുമ്പേ തന്റെ പിതാവിനെ ജനിപ്പിക്കട്ടവൻ. ദൈവത്തിനത് ദൈവം, പ്രകാശത്തുനിന്ന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടുള്ള പിതാവിനോട് ഏകത്വമുള്ളവൻ. അവനാൽ സകലമുണ്ടായി, അവന് മനുഷ്യനായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യവരെ അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവന് മരിച്ചടക്കപ്പെട്ടു. തിരുവനന്തപുര പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്ത് വാതിരിക്കുന്നു. അവൻ ചെയ്യുന്നത് മനുഷ്യനായി പാനവത്വത്തോടെ വീണ്ടുവരും. അവിടെ രാജ്യം അവസാനം ഉണ്ടാകില്ല. പിതാവിനോട് പുത്രന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് പ്രവേശനമായ പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു. സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് ബന്ധിച്ച് അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല മനുഷ്യരുടെയും പിതാവായ നിത്യദൈവമേ, സർവ്വലോകത്തിന്റെയും ആവശ്യങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്നുവല്ലോ. നിത്യക്ഷമല്ലിടത്ത് സ്നേഹവും, പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് ക്ഷമയും, ആശ്രയമില്ലാതിരിക്കുന്ന അടുത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്നും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു മസിയ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.